നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് 12 കൂറുകാരുടെയും അടിസ്ഥാനത്തിൽ ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത്. കാരണം 31-30 തീയതിയോടുകൂടി മാർച്ച് 31 തീയതിയോടുകൂടി ശുക്രൻ ഇവർക്ക് മീനം രാശിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ 12-ാം ഭാവമാണ് അത്. അവരുടെ ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്, 11-ൽ ശനി നിൽക്കുന്നു, 12-ൽ രാഹു നിൽക്കുന്നു. രാഹുവിൻ്റെ കൂടെയാണ് ശുക്രൻ വന്ന് യോജിച്ചിരിക്കുന്നത്. അതുപോലെ 6-ാം ഭാവത്തിൽ കേതു. പൊതുവെ മേടക്കൂറിന് വലിയ ദോഷങ്ങൾ ഈ മാസം സംഭവിക്കുന്നതല്ല. മാത്രമല്ല, ഈ മാസം കൂടി കഴിയുമ്പോൾ, അതായത് മെയ് 1-ാം തീയതി അവർക്ക് ധനഭാവത്തിലേക്ക് വ്യാഴം കൂടി പോവുകയാണ്. ഇപ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം അവർക്ക് 2-ാം ഭാവത്തിലേക്ക് പോകുന്നു. അപ്പോൾ അടുത്ത മാസം കൂടുതൽ ഗുണകരമാണ്. അടുത്ത ഒരു വർഷത്തേക്ക് വളരെ ഗുണകരമാണ് മേടം രാശിക്ക്. എന്നാലും ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മെയ് അവസാനം, അതായത് മാർച്ച് ശുക്രൻ മാറിക്കഴിഞ്ഞ അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് സാമ്പത്തികമായിട്ട് നല്ല നേട്ടമുണ്ടാകുന്നു. പ്രത്യേകിച്ച് വിദേശത്തുള്ള ഇവരുടെ ആശ്രിതർക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ വിദേശത്ത് ജോലി ചെയ്യുകയാണെങ്കിലോ അവർക്ക് സാമ്പത്തികമായിട്ടൊരു കയറ്റം കിട്ടുന്നതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലമായി തുടർന്നു വന്നിരുന്ന സാമ്പത്തികമായ ചില കുറവുകൾ മാറി തങ്ങളുടെ സംതൃപ്തിക്കനുസരിച്ച് മനസ്സിന് ആഹ്ലാദം നൽകുന്ന തരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ ഉപരിപഠനാർത്ഥം ഇവരുടെ സന്തതികൾക്ക് വളരെ ഗുണം കാണുന്നു. ഈ നക്ഷത്രക്കാർ ഉപരിപഠനത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അതിനും അനുയോജ്യമായ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പൊതുവെ ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. എന്നാൽ യാത്രാ സംബന്ധമായ കാര്യങ്ങളിൽ ആദ്യം ഒരു തടസ്സം ഉണ്ടാകുമെങ്കിലും മാസത്തിൻ്റെ 10-ാം തീയതിയോടുകൂടി, അതായത് ആദ്യത്തെ 30 മാസത്തിൽ ആദ്യത്തെ 3-1 ദിവസം കഴിയുമ്പോൾ യാത്രയുടെ ഗുണം ഇവർക്ക് അനുകൂലമായി വരും. അല്ലെങ്കിൽ യാത്രയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ചില ഉപഹാരങ്ങൾ ഇവരെ തേടി എത്തും. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള താമസം അതിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ഈ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഏജൻസികളുടെയൊക്കെ പ്രശ്നമാകാം. വ്യക്തിപരമായി മറ്റു ദോഷങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇവർക്കുണ്ടാകുന്നതല്ല. സാമ്പത്തികമായിട്ടുള്ള വർധനവ് ഈ മാസത്തിൽ തീർച്ചയായിട്ടും ഇവരെ വലിയൊരു അനുഗ്രഹമായി മാറുകയും പ്രവർത്തന രംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പഠന സംബന്ധമായ കാര്യങ്ങളിലും ഇപ്പോൾ ഗുണമാണ് കാണുന്നത്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ വേഗത, സ്പീഡ് ഇതൊക്കെ വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചില അഹങ്കാരമോ ധാർഷ്ട്യമോ ഇവരെ ഈ മാസത്തിൽ ഏതെങ്കിലും തരത്തിൽ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ ഓവർ സ്പീഡ് കൊണ്ട് വാഹനം ഓടിക്കുക, പ്രവൃത്തികളിൽ പ്രത്യേകിച്ചും സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്നവർ, കൂർത്തുമൂർത്ത വസ്തുക്കൾ, ഭാരമുള്ള വസ്തുക്കൾ, അത്തരം യന്ത്രസാമഗ്രികളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, ഇലക്ട്രിസിറ്റി, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. മാസത്തിൻ്റെ അവസാനത്തെ ഒരാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖമോ അപകടമോ നിമിത്തം ചിലപ്പോൾ ആശുപത്രിവാസം കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ചില അപവാദങ്ങൾക്കും ചിലപ്പോൾ ഇടവരാനുള്ള സാധ്യതയുണ്ട്. ശുക്രൻ്റെ നില 12-ാം ഭാവത്തിൽ രാഹുവിൻ്റെ കൂടെയാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അലർജി അസുഖങ്ങളുണ്ടാകാം, സ്കിന്നിന് എന്തെങ്കിലും രോഗമുണ്ടാകാം. പ്രധാനമായും മേടക്കൂറുകാർക്ക് ഈ മാസത്തിൽ സാമ്പത്തിക നേട്ടം നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത. കഴിഞ്ഞ കുറേ കാലത്തെ കടബാധ്യതകളിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും മോചനം ലഭിക്കും. തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിരുന്ന ധനവും അതുപോലെ തന്നെ ദ്രവ്യവും എല്ലാം തന്നെ തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചത് പോലും തിരിച്ചു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. ശത്രുക്കൾ കുറഞ്ഞ പക്ഷം ഇവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടാക്കുന്നവർ ചിലപ്പോൾ കുറച്ചൊന്ന് അത് കുറയ്ക്കാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ മേടക്കൂറുകാർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരാഴ്ചയാണ്. എന്നാൽ ഉദര സംബന്ധമായ അസുഖമോ സ്കിൻ സംബന്ധമായ അസുഖമോ ജെനിറ്റൽ ഓർഗൻസ് ഭാഗത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത. ചെറിയ ചില അപവാദങ്ങളും ഇവരെ ചിലപ്പോൾ മാനസികമായി അലട്ടിയേക്കാം. മൂക്കടപ്പ്, അതുപോലെ തന്നെ തൊണ്ട, ഈ ഭാഗങ്ങളിലൊക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യത, അസുഖമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5, 6, 9, 10, 13 ഉച്ചയ്ക്ക് ശേഷം 14, 15, 18, 19, 21, 22, 23, 24, 25 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. 30-ാം തീയതിയും ഗുണമാണ് ഇവർക്ക്. അടുത്തത് ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയും അതുപോലെ തന്നെ ചൊവ്വയും. ശനി കണ്ടകശനിയാണ്. ചൊവ്വ 10-ൽ നിൽക്കുമ്പോൾ
ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഊർജ്ജസ്വലതയും അതുവരെ ഉണ്ടായിരുന്ന ചില മടിയൊക്കെ മാറി കുറച്ചുകൂടി ഉന്മേഷത്തോടു കൂടി തങ്ങളുടെ മേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നൊരവസരം കാണുന്നുണ്ട്. എന്നാൽ പാപഗ്രഹത്തിൻ്റെ കൂടെയാണ് പാപഗ്രഹമായ ചൊവ്വ നിൽക്കുന്നത് എന്ന കാര്യം 10ാം ഭാവം കൊണ്ട് ഗുണമുണ്ടെങ്കിലും അത് മറക്കാതിരിക്കുക. അപ്പോൾ ചിലപ്പോൾ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അഭിപ്രായ വ്യത്യാസം, കലഹം, സഹപ്രവർത്തകരോട് ഭിന്നിച്ചു നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥ, തങ്ങളുടെ തന്നെ കഴിവിൽ ഊറ്റം കൊണ്ട് മറ്റുള്ളവരോട് അഹങ്കരിക്കുക, അത്തരം വാക്കുകൾ പുറത്തേക്ക് വരിക, അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരികയൊക്കെ കാണുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട ജോലിയാണെങ്കിൽ അത് വേഗതയിൽ ഓടിക്കാൻ ശ്രമിക്കുക. സാഹസിക കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ യന്ത്രസാമഗ്രികളുമായി ബന്ധപ്പെട്ടുള്ള ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിന് മുറിവുണ്ടാകാതെയും മറ്റും ശ്രദ്ധിക്കുക. വളരെ ഷാർപ്പൻഡ് ആയിട്ടുള്ള ആയുധങ്ങളോ മറ്റു കാര്യങ്ങളോ പ്രയോഗിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും അപകട സാധ്യതകൾ കാണുന്നു. പ്രത്യേകിച്ച് ഓർക്കേണ്ടത് തങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ ഏകാഗ്രമാക്കിക്കൊണ്ട് വിനയത്തോടു കൂടി വേണം കർമ്മമേഖലയിൽ നിൽക്കുവാൻ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപകട സാധ്യതയും അഭിപ്രായ വ്യത്യാസവും കലഹവും കാണുന്നുണ്ട്. എന്നാൽ 11-ൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് മാക്സിമം സാമ്പത്തിക ഗുണം നൽകും, പ്രവർത്തനങ്ങളിൽ വിജയവും നൽകും. അപ്പോൾ സ്വാഭാവികമായും ഇത് രണ്ടും മാറി മാറി ചിന്തിക്കണം. 11ാം ഭാവത്തിൽ ഗുണമുണ്ട്, രാഹു ഉണ്ട്, അതുപോലെ തന്നെ ശുക്രനുണ്ട്, അതവരെ സഹായിക്കുന്നു എന്ന് കാണുന്നു. 5ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദോഷത്തെ ശുക്രൻ്റെ ദൃഷ്ടിയാൽ അത് കുറയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ 10ൽ നിൽക്കുന്ന ചൊവ്വ ഒരു ധാർഷ്ട്യമാണ്, ഒരു അഹങ്കാരമാണ്. കഴിവിൽ ഉല്ലാസവും കഴിവിൽ മാക്സിമം ഉന്മേഷവും കഴിവും ത്വരിതയുമൊക്കെ പ്രകടിപ്പിക്കുമെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന വിജയത്തിലും സാമ്പത്തിക നേട്ടത്തിലും ചിലപ്പോൾ അഹങ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം വിനയമുണ്ടായിരിക്കുക. കൂടെ ശനി നിൽക്കുന്നത് കൊണ്ട് പ്രവർത്തന മേഖലയിൽ കണ്ടകശനി എന്ന ശനി പ്രവർത്തന മേഖലയിൽ തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ചൊവ്വയുടെ ധാർഷ്ട്യത്തെ കുറയ്ക്കാൻ ഞാൻ പറഞ്ഞത്. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം അത്ര നല്ലതൊന്നുമല്ലെങ്കിലും ശാരീരികമായൊരു പ്രൊട്ടക്ഷൻ വിഷ്ണു അവർക്ക് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് ദോഷമല്ല. മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ ചൊവ്വ അവർക്ക് 12ാം ഭാവത്തിലേക്ക് വരും. ചൊവ്വ 12ാം ഭാവത്തിലേക്ക് വരുമ്പോഴും അത് മീനം രാശിയിലാണ്, ശുക്രൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് മറക്കാതിരിക്കുക. ശുക്രൻ അപ്പോൾ രാഹുവിൻ്റെ കൂടെ നിൽക്കുമ്പോഴും ശുക്രൻ സ്വാഭാവികമായി അവിടെ നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അപവാദം, പ്രത്യേകിച്ച് പ്രണയവുമായി ബന്ധപ്പെട്ടോ സ്ത്രീ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടോ, പുരുഷ നക്ഷത്രങ്ങളാണെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ടും തിരിച്ചുമൊക്കെ അപവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അത് കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാം. അതുകൊണ്ട് പ്രത്യേകം മറക്കാതിരിക്കുക. 7ാം ഭാവാധിപനാണ് 12ൽ പോയി നിൽക്കുന്നത് എന്നത് മനസ്സിലാക്കുക. 7ാം ഭാവാധിപൻ 12ൽ ഉച്ചനായതിനാൽ വലിയ ദോഷമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ഈ ചൊവ്വയുടെയും അതുപോലെ രാഹുവിൻ്റെയും സാന്നിധ്യം കൊണ്ട് സംശയത്തിൻ്റെ പുറത്ത് കലഹമോ മനസ്സ് മാറി നിൽക്കലോ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ പിണങ്ങിപ്പിരിയാനുള്ള സാധ്യതയോ ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം 11ാം ഭാവത്തിലായതുകൊണ്ട് 11 ലാഭസ്ഥാനമാണെങ്കിലും കാമത്തിൻ്റെ സമ്പൂർണ്ണാവസ്ഥയും 11 കൊണ്ട് ചിന്തിക്കണമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിൽ ഓവർ സ്വാതന്ത്ര്യം കാണിക്കുക, അത്തരം കാര്യങ്ങളിൽ സാഹസികമായ മനസ്സുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അത് കുടുംബ ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ ബന്ധം വളരെ സൂക്ഷ്മമായി ആത്മാർത്ഥമായി കൊണ്ടുപോകുന്നെങ്കിൽ അതിനെയൊക്കെ അത് ബാധിക്കാം. അതുകൊണ്ട് ഒന്നിലധികം ബന്ധങ്ങളിൽ പെടാതിരിക്കുക. അത്തരം കാര്യങ്ങളിൽ പെട്ടിട്ടുള്ളവർ ഈശ്വരനെ വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾക്കൊരു നിയന്ത്രണം ഉണ്ടാക്കുക, മാറി നിൽക്കാൻ ശ്രമിക്കുക. അപവാദ കഥകൾ, രോഗങ്ങൾ, മനസ്സിന് വിഷമം നൽകുന്ന വാർത്തകൾ ഇതൊക്കെ കേൾക്കാൻ ഇടവന്നേക്കാം. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്, പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നുണ്ട്, സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുക. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5, 6 നല്ല ദിവസമാണ്. അതുപോലെ 7, 8 താരതമ്യേന ഗുണമുള്ള ദിവസമായിട്ട് കാണുന്നു. 11, 12, 13 ഉച്ചവരെ ഗുണമാണ്. 16, 17 ഗുണമുള്ള ദിവസമാണ്. 23, 24, 25, 26, 27 ദിവസങ്ങളും ഗുണമുള്ളതായിട്ട് കാണുന്നു ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. താരതമ്യേനയാണ് ഇത് ഗുണം. മറ്റു ദിവസങ്ങൾ ദോഷം എന്നല്ല, മറ്റു ദിവസങ്ങളെക്കാൾ കമ്പാരിറ്റീവ്ലി ഗുണമായിരിക്കും ഈ പറഞ്ഞ ദിവസങ്ങൾ. അടുത്തത് മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലാണ് ശുക്രൻ വന്നിരിക്കുന്നത്. അതുപോലെ മാസത്തിൻ്റെ അവസാന ഭാഗത്തിൽ ചൊവ്വ കൂടി അവിടേക്ക് പ്രവേശിക്കും. സൂര്യൻ ഏപ്രിൽ 13 കഴിയുമ്പോൾ, അതായത് 14-ാം തീയതി മേടം രാശിയിലേക്കും വരും. അപ്പോൾ 11-ൽ സൂര്യൻ, 11-ൽ വ്യാഴം, 10ാം ഭാവത്തിൽ ശുക്രനും അതുപോലെ തന്നെ രാഹുവും, മാസാവസാനത്തോടു കൂടി ചൊവ്വയും. സാമ്പത്തികമായിട്ട് നല്ല ഗുണം കാണുന്നുണ്ട്. യാത്രകളിൽ ഗുണം കാണുന്നു. തങ്ങളുടെ കർമ്മ മേഖലയിൽ ഇവർക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കുന്ന ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമായിട്ട് കാണാം. സ്വാഭാവികമായിട്ടും സാമ്പത്തിക നേട്ടം, യാത്രാഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇടപെടുന്ന വ്യക്തികളുമായി നല്ല രീതിയിൽ
തങ്ങളുടെ തൊഴിൽ മേഖല കൊണ്ടുപോകാൻ സാധിക്കുന്നൊരവസരം, സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് സാധിക്കുന്ന അവസരം കാണുന്നു, കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ സമാന്തരമായി ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഈ സമയത്ത് ജോലിയോടൊപ്പം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. സഹപ്രവർത്തകരുമൊത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസരം കാണുന്നുണ്ട്. മാസത്തിൻ്റെ അവസാനത്തെ, അതായത് 22-ാം തീയതിക്ക് ശേഷമുള്ള ഒരു 9-10 ദിവസം വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ കലഹമോ കോടതി കേസോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു, പ്രത്യേകിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ചെറിയ ചില അസ്വാരസ്യങ്ങൾ, മാതാവിന് ദോഷം, മാതാവിന് അപകട സാധ്യത, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് അവർക്ക് ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നേരെ പുറത്തു പോകാത്തതിൻ്റെ, ഒരുപക്ഷെ കിഡ്നി സംബന്ധമായോ അല്ലെങ്കിൽ ലിവർ സംബന്ധമായോ ചെറിയ ചില കുറവുകൾ ഒക്കെ ആകാം. പക്ഷേ അതൊന്നും ഗൗരവമുള്ളതായി കാണുന്നില്ല, കാരണം ശുക്രൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നതുകൊണ്ട്. 9-ൽ ശനി സഞ്ചരിക്കുന്നതിനാൽ കൂടെ ചൊവ്വയും ഉള്ളതിനാൽ പിതാവിനും ശാരീരികമായി അത്ര നല്ലതല്ല. പിതാവുമൊത്തുള്ള സാഹസിക യാത്രകൾ, സ്പീഡിലുള്ള യാത്രകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം ചൊവ്വ കൂടി ഏപ്രിൽ 22 വരെ ഏകദേശം ഈ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ മുറിവുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് യാത്രകൾ വളരെ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും മാതാവും പിതാവുമൊത്തുള്ള യാത്രകൾ. അതുപോലെ തീർത്ഥാടനത്തിന് പോകാനുള്ള സാധ്യത കാണുന്നു. വളരെ കഷ്ടപ്പെട്ടുള്ള ചില യാത്രകൾ, യാതനാപൂർവമായ യാത്രകളൊക്കെ നടത്തി, ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് പോയി യാത്രകളൊക്കെ നടത്തി മനസ്സിന് സമാധാനം നേടുന്നൊരവസരവും കാണുന്നുണ്ട്. ഉപരിപഠന സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകുന്നതുമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2 നല്ല ദിവസമാണ്. 13-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 14, 15 നല്ല ദിവസമാണ്. ശേഷം 18, 19, 20 താരതമ്യേന ഗുണമുള്ള ദിവസമായി കാണുന്നു. പിന്നെ 26, 27 നല്ല ദിവസമാണ്. അപ്പോൾ പൊതുവെ 26, 27, 28, 29 താരതമ്യേന ഗുണമുള്ള ദിവസമായി മിഥുനക്കൂറിന് കാണുന്നു. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയാണ് പ്രധാനമായി ദോഷമുള്ള ഒരു അവസ്ഥയായിട്ട് ഈ മാസവും കാണുന്നത്. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഗുണത്തെ കൊടുക്കുമെങ്കിലും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ചില വിഹുലതകൾ, ചില ആശങ്കകൾ ഉണർത്തും. പക്ഷേ ശുക്രൻ 9-ലേക്ക് വന്നതുകൊണ്ട് ഏകദേശം ഏപ്രിൽ അവസാന വാരം വരെ ശുക്രൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് താരതമ്യേന വളരെ ഗുണമാണ്. കാരണം കർക്കിടക രാശിയുടെ അധിപൻ തന്നെ ദുർഗയാണ്, ഇവിടെയും ശുക്രൻ മഹാലക്ഷ്മിയാണ്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു മാസമായിട്ട് വേണം കാണാൻ. ചൊവ്വ സ്ത്രീക്ഷേത്രത്തിൽ വരുമ്പോൾ ചൊവ്വയും ഭദ്രയായി മാറുന്നു. ചൊവ്വ മാസ അവസാനത്തോടു കൂടി മീനം സ്ത്രീ രാശിയാണ്, യുഗ്മരാശിയാണ്. അവിടേക്ക് ചൊവ്വ വരുമ്പോൾ സ്വാഭാവികമായും ഭദ്രയായി സങ്കല്പിക്കണമെന്നാണ് പ്രമാണം. അപ്പോൾ 3 സ്ത്രീ സാന്നിധ്യങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് അനുഗ്രഹമായി മാറുന്നൊരവസരം കാണുന്നുണ്ട്. അതുകൊണ്ട് മൂകാംബിക ദേവിയെയോ പാർവതി ദേവിയെയോ മഹാലക്ഷ്മിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീ ദേവതയെയോ ഉപാസിക്കുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു മാസമായിട്ടാണ് വേണം കാണാൻ. പ്രത്യേകിച്ച് പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്കോ വിദേശത്ത് പോകാൻ സാധിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ തടസ്സങ്ങൾ മാറി വിദേശയാത്ര തരപ്പെടുന്നതാണ്. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനോ ജോലി സംബന്ധമായ കാര്യത്തിൽ പോകാനോ സ്ഥിരമായി അവിടെ താമസിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വഴി ചില സഹായങ്ങൾ, പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയ്ക്കോ ജോലിക്കോ അവിടെ താമസിക്കുന്നതിനോ ഈ സഹായങ്ങൾ വളരെ ഗുണകരമായിട്ട് വരുന്നു. അതുപോലെ തന്നെ ജലവുമായി ബന്ധപ്പെട്ട് വിപണി നടത്തുകയോ, അതായത് ജലജന്യമായ ബിസിനസ്സുകൾ എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റ്, ഔഷധം, അതുപോലെ തന്നെ ഹോട്ടൽ ബിസിനസ്, മറ്റ് മരുന്നുകളുടെയൊക്കെ സേവനം, ഇതെല്ലാം തന്നെ ജലജന്യമായ ബിസിനസ്സായിട്ടാണ് കാണുന്നത്. അതിനെ നമുക്ക് സ്വാഭാവികമായിട്ടും അത്തരം മേഖലയിൽ വ്യാപരിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. കലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കും വളരെ ഗുണകരമായ ഒരു മാസമായിട്ടാണ് കാണുന്നത്. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ സ്വന്തമായ ചില ട്രിക്കുകൾ പ്രയോഗിക്കുന്നത് വഴി അതുവരെ ഉണ്ടായിരുന്ന ചില ആലസ്യങ്ങളോ മന്ദഗതിയോ ഒക്കെ കർമ്മരംഗത്തു നിന്ന് മാറി കൂടുതൽ വേഗതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. തൊഴിൽ മേഖല കുറച്ചുകൂടി പുഷ്ടിപ്പെടുന്നു. സാമ്പത്തികമായ ലാഭമുണ്ടാകുന്നു. ബന്ധങ്ങളിൽ കുറച്ചുകൂടി ആത്മാർത്ഥതയും ഊഷ്മളതയും ഉണ്ടാകുന്നു.
പിരിഞ്ഞു നിന്നിരുന്നവർ ഒരുമിക്കാനുള്ള സാധ്യത, അത് പ്രണയത്തിലായാലും ശരി മറ്റു സൗഹാർദ്ദത്തിലായാലും ശരി അത്തരം ചില സമ്മോഹനമായ നിമിഷങ്ങൾ കടന്നു വരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവർക്ക് പിതാവുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഗുണങ്ങൾ കിട്ടുന്നു. ഒരുപക്ഷെ പിതാവ് തരില്ല എന്ന് പറഞ്ഞിരുന്ന ചില ആനുകൂല്യങ്ങളും അവകാശങ്ങളും മക്കൾക്ക് കിട്ടുന്നു. പിണങ്ങി നിന്നിരുന്ന പിതാവുമായിട്ട് കലഹിച്ചു നിന്നിരുന്ന പിതാവുമായിട്ട് രമ്യതയിൽ എത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഈ മാസം. അതുകൊണ്ട് പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു. ഉപരിപഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ നക്ഷത്രക്കാരുടെ കൊച്ചുമക്കൾക്കും വളരെ ഗുണമുള്ള ഒരവസരം കാണുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത ഉണ്ടായിട്ട് അവർ അതിനെ സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയ്ക്ക് മാറ്റം കാണുന്നുണ്ട്. സാമ്പത്തികമായ ഗുണം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം വളരെ ഗുണകരമായിട്ട് കാണുന്നു. തങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടത്താൻ സാമ്പത്തികമായിട്ടുള്ള ബലം ഇവരെ ഈ മാസത്തിൽ സഹായിക്കുമെന്ന് തന്നെ കാണാം. പൊതുവേ കർക്കിടകം രാശിക്കാർക്ക് ഗുണകരമായ ഒരു മാസമായിട്ട് വേണം കാണാം. ഈ മാസത്തിലെ ഇവരുടെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2 നല്ല ദിവസമാണ്. ശേഷം 3, 4 ഗുണകരമായ ദിവസമായിട്ട് കാണുന്നു. 9, 10, 11, 12, 13 ഉച്ചവരെ ഗുണമാണ്. പിന്നെ 16, 17 ഗുണമുള്ള ദിവസം, 21, 22 ഗുണമുള്ള ദിവസമാണ്. 28, 29, 30 താരതമ്യേന ഗുണമുള്ള ദിവസമായി കർക്കിടകക്കൂറുകാർക്ക് കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ൽ ശനി, 8-ൽ രാഹുവും ഇപ്പോൾ ശുക്രനും അവിടെയുണ്ട്. 9-ാം ഭാവത്തിൽ മാസം പകുതിയാകുമ്പോൾ ശുക്രൻ 8-ൽ നിന്ന് 9-ലേക്ക് പോകും. 9-ൽ വ്യാഴം നിൽക്കുന്നുണ്ട്. പിന്നെ 2-ാം ഭാവത്തിൽ കേതു. 2-ൽ കേതു നിൽക്കുന്നതിനാൽ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയാണോ നിൽക്കുന്നത് തങ്ങുന്നിടത്ത് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, തങ്ങളുടെ നാവ് പിഴയ്ക്കാനുള്ള സാധ്യതയുണ്ട്. 7-ാം ഭാവം ശനി ആയതിനാൽ സഹധർമ്മിണിയുമൊത്ത് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമൊത്ത് കലഹമുണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത്തരം സ്ഥലത്തു നിന്ന് മാറി നിൽക്കാനുള്ള അവസ്ഥ. ചിലപ്പോൾ ഒരു കലഹവും ഉണ്ടാകണമെന്നില്ല, ജോലി സംബന്ധമായ കാരണങ്ങളാലോ മറ്റോ പരസ്പരം അകന്നു നിൽക്കേണ്ട അവസ്ഥ. അഷ്ടമത്തിലെ രാഹു ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഈ കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക്, സ്ത്രീകൾക്ക് സാമ്പത്തികമായ പ്രശ്നത്തിനോടൊപ്പം തന്നെ ദാമ്പത്യമായ അകൽച്ചയും ഉണ്ടാവുക. 8-ൽ നിൽക്കുന്ന രാഹു അത് ചെയ്യും. പുരുഷന്മാരാണെങ്കിൽ അവർക്ക് സ്കിൻ സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖമുണ്ടാകാനുള്ള അവസ്ഥ. കഫപ്രകൃതിയുള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള അവസ്ഥ. എന്നാൽ ശുക്രൻ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതേ രാശിയിലേക്ക് വരുന്നതിനാൽ, അതായത് 8-ലായാലും ഉച്ചസ്ഥാനത്തേക്ക് വരുന്നതിനാൽ അനവസരത്തിൽ അല്ലെങ്കിൽ വളരെ അപ്രതീക്ഷിതമായി ഇവർക്ക് സാമ്പത്തികമായ ലാഭമുണ്ടാകുന്നു. ഈ രാഹുവിൻ്റെ ദോഷാവസ്ഥകൾ ശുക്രൻ പരിഹരിക്കുന്നു. സ്വന്തം വാക്ക് കുറച്ചുകൂടി മയത്തിൽ സംസാരിക്കുവാനും അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ കലഹമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒഴിവാക്കാനും വീട്ടിൽ ഊഷ്മളമായ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകാനുമുള്ള സാധ്യത വർദ്ധിക്കുന്നു. ശുക്രൻ്റെ മാറ്റമാണ് പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് അനുഗ്രഹമായി വന്നിരിക്കുന്നത്. 9-ലെ വ്യാഴവും ഇവർക്ക് ഗുണകരമായിട്ട് തന്നെ വരും. 9-ലെ വ്യാഴം ഈശ്വരാനുഗ്രഹമാണ്. എന്നാൽ വ്യാഴത്തിന് ഈ മേടം രാശിയിൽ ഒരു ചെറിയ പരുങ്ങലുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ശനിയുടെ വീക്ഷണത്തിൽ നിൽക്കുകയും പാപക്ഷേത്രമായ ബന്ധുവാണെങ്കിലും പാപക്ഷേത്രമായ ചൊവ്വയുടെ രാശിയിൽ നിൽക്കുകയും ചെയ്യുന്നതിനാൽ വ്യാഴം കുറച്ച് നിയന്ത്രിതമായ അവസ്ഥയിലാണ്. അത് മാറുന്നത് മെയ്യിൽ അത് ശുക്രൻ്റെ രാശിയിൽ പോകുമ്പോഴാണ്. ശുക്രൻ ശത്രുവാണെങ്കിലും ശുഭഗ്രഹമാണല്ലോ. മാത്രമല്ല ശനിയുടെ വീക്ഷണത്തിൽ നിന്ന് വ്യാഴം സ്വതന്ത്രമാവുകയും ചെയ്യുന്നു. 10-ാം ഭാവമാണ് അത്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അപ്പോൾ അവർക്ക് മാറ്റമുണ്ടാകും. ഏതായാലും ഈ ഒരു മാസം ഇവർക്ക് വ്യാഴത്തിൻ്റെ ഗുണം കുറേ വരും. മാത്രമല്ല ചൊവ്വ അവിടേക്ക് വരുന്നു. അത് മാസം അവസാനത്തോടു കൂടി മീനം രാശിയിലേക്ക് വരും. പിന്നീട് അത് ഇപ്പുറത്തോട്ട് വരികയും ചെയ്യുന്നത് കൊണ്ട് ചൊവ്വയുടെ ഗുണം. സൂര്യനാണ് സ്വാഭാവികമായിട്ടും മേടം രാശിയിലേക്ക് മാസം പകുതിയോടെ വരുന്നത്. മേടം സൂര്യൻ്റെ ഉച്ചരാശിയാണ്. സൂര്യനും വ്യാഴവും പരസ്പരം ബന്ധുക്കളുമാണ്. അതുകൊണ്ട് മേലധികാരികളിൽ നിന്നും രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുമൊക്കെ അധികാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുണമോ ഈ നക്ഷത്രക്കാർക്ക് വരാം. അല്ലെങ്കിൽ അവരുടെ അംഗീകാരങ്ങൾ കിട്ടാം. അവരുമായി ബന്ധപ്പെട്ട് പുതിയ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭമോ ഉണ്ടാകാം. ചിലപ്പോൾ കടബാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വലിയ ചില അപേക്ഷകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അനുകൂലമായ വിധിയുണ്ടാവാം. ചില പ്രത്യേകമായ ജോലികളിൽ ഈ നക്ഷത്രക്കാരെ കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ ഒക്കെ ഏൽപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം യാത്രകളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ പല വാർത്തകളും കേൾക്കാനിടവരും. തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയും കൂടുതൽ ഉയരങ്ങളിലുള്ള അധികൃതർ അത് ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് ഗുണമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ദാമ്പത്യകരമായ പ്രശ്നങ്ങളിലും ഒരു മാറ്റം ഇവർക്ക് വരുന്നുണ്ട്. ശുക്രൻ്റെ മാറ്റത്തോടു കൂടി അപ്രതീക്ഷിതമായ ചില സമ്മാനങ്ങൾ, നിധി, സാമ്പത്തിക ഗുണം, ലോട്ടറി ഭാഗ്യം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവരിലേക്ക് വരുന്നു. പൊതുവെ ചിങ്ങക്കൂറിന് ഈ മാസം, അതായത് ഏപ്രിൽ മാസം നല്ലതാണ്.
പിന്നീട് അങ്ങോട്ട് കുറച്ച് കാലത്തേക്കും നല്ലത് തന്നെയാണ്. അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ചില ദോഷങ്ങളിൽ നിന്ന് പതുക്കെ മാറുകയാണ് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5, 6, 11, 12, 13 ഉച്ചവരെ, 13 ഉച്ചയ്ക്ക് ശേഷവും 14, 15 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. പിന്നീട് 18, 19, 20 നല്ല ദിവസമാണ്. 23, 24, 25 ഗുണമുള്ള ദിവസമായി കാണുന്നു. പിന്നെ 30 ഗുണമുള്ള ദിവസമാണ്. അടുത്തത് കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം തന്നെയാണ് ദോഷമായി നിൽക്കുന്നത്. എന്നാൽ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശുക്രൻ 7ാം ഭാവത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഗുണങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നു. ഓർക്കുക, 2ഉം 9ഉം ഭാവാധിപനായ ശുക്രനാണ് ഇവർക്ക് 7ാം ഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാവാം. അതുപോലെ തന്നെ സ്വന്തം പ്രവർത്തന മേഖലയിൽ സ്വന്തം കഴിവുപയോഗിച്ച് ചെയ്യുന്ന കർമ്മ മേഖലയിലൊക്കെ ഇവർക്ക് സാമ്പത്തിക നേട്ടം കാണുന്നു. വിദേശയാത്ര അംഗീകരിക്കപ്പെടുന്നു. വിദേശത്ത് പോകുവാനോ അവിടെ താമസിക്കുവാനോ അവിടെ പഠിച്ച് അവിടെ നിന്ന് വലിയ ജോലി കിട്ടുവാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. വിദേശവാസം തന്നെ ഉറപ്പാകുന്ന ഒരു ലക്ഷണവും കാണുന്നു. അത് ഈ മാസത്തിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തയോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അനുകൂലമായ തീരുമാനങ്ങളോ ഇവരെ അറിയിക്കുന്നതായിരിക്കും. അത് സന്തോഷകരമായ ചില മാറ്റങ്ങൾക്ക് ഇടവരുത്തുന്നു. മറ്റൊന്ന്, ഞാൻ പറഞ്ഞു, ഏതെങ്കിലും തരത്തിൽ അകന്നു നിന്നിരുന്ന ദമ്പതികൾ അടുക്കുവാനുള്ളൊരു സാധ്യത കാണുന്നു. അതുപോലെ തന്നെ പ്രണയം പുഷ്പിക്കുന്ന ഒരു മാസമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും പെട്ടെന്ന് ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. യാത്രാഗുണം കിട്ടുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ നല്ല മനസ്സോടുകൂടി നല്ല ബുദ്ധിശക്തിയോടുകൂടി ഇടപെടാൻ സാധിക്കുന്നത് കൊണ്ട് കർമ്മരംഗം പുഷ്ടി പ്രാപിക്കുന്നു. സാമ്പത്തിക ലാഭമുണ്ടാകുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. മാസം പകുതിക്ക് ശേഷം ഹൃദയ സംബന്ധമായോ കണ്ണ് സംബന്ധമായോ അസുഖമുണ്ടാകാനുള്ള സാധ്യത, ഞരമ്പുകൾക്കും പ്രശ്നമുണ്ടാകാം. പ്രത്യേകിച്ച് വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. കാരണം ജോയിൻറ്റ് പെയിൻ ഉണ്ടാകാം, അതായത് ശരീരത്തിൻ്റെ അധോഭാഗങ്ങളിലേക്കുള്ള രക്തസ്രാവം കുറയുക, അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായോ പേശി സംബന്ധമായോ അവിടേക്ക് ചില സെൻസിറ്റിവിറ്റികൾ ഇല്ലാതെയാവുക, ഇങ്ങനത്തെയൊക്കെ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ പ്രത്യേകമായ ഒരു നിഷ്കർഷ പാലിക്കേണ്ടതുണ്ട്. കണ്ണ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിതാവുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ പിതാവിൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കാതെ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന മനോവിഷമമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തികമായ നേട്ടം ഇവർക്ക് എന്തായാലും ഈ മാസം ഉണ്ടാകും. ദേവീ കടാക്ഷം നല്ല രീതിയിലുണ്ട്. പ്രത്യേകിച്ചും ഉപാസനാമൂർത്തി ദേവിയാണെങ്കിൽ വളരെ നല്ല അനുഗ്രഹം ഇവർക്ക് ഈ ആഴ്ച കിട്ടുന്നതായിരിക്കും. പൊതുവെ ഗുണകരമാണ്. മാസത്തിൻ്റെ അവസാനത്തോടു കൂടി ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ദൂരദേശത്തേക്കോ ദൂരനാട്ടിലേക്കോ യാത്ര ചെയ്യേണ്ടതായിട്ട് വരാം. ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ചില കലഹമോ ജീവിത പങ്കാളിയോട് ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6 നല്ല ദിവസമാണ്. 5ഉം 6ഉം 7ഉം 8ഉം താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. പിന്നെ 13 ഉച്ചയ്ക്ക് ശേഷം 14, 15, 16, 17, 21, 22, 26, 27 നല്ല ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂർ. തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ വ്യാഴവും അതുപോലെ തന്നെ 6ാം ഭാവത്തിൽ 5ാം ഭാവത്തിൽ ശനിയും 6ൽ രാഹുവും 12ാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുന്നു. ഇപ്പോൾ 6ലേക്കാണ് ശുക്രൻ പോയിരിക്കുന്നത്. ശുക്രൻ്റെ 6ലെ നില അത്ര നല്ലതല്ല. രാഹു 6ൽ ഗുണം ചെയ്യുന്നെങ്കിലും ശുക്രൻ അവിടെ ചെല്ലുമ്പോൾ ആ അന്തരീക്ഷം ഒന്ന് മാറും. ദാമ്പത്യകാരകനായ ശുക്രൻ 6ൽ പോകുന്ന അത്ര നല്ലതല്ല. എന്നാൽ ഉച്ചനായതുകൊണ്ട് പൂർണ്ണ ബലം ഉള്ളതുകൊണ്ട് ദോഷാവസ്ഥകൾ കുറയുമെന്ന് വേണം സങ്കല്പിക്കാൻ. 7ൽ നിൽക്കുന്ന വ്യാഴം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർക്ക് അനുഗ്രഹമായി മാറും. 7 ദമ്പതികളുടെ സ്ഥലമായതുകൊണ്ട് അവിടെ ശുഭഗ്രഹമായ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഗുണമാണ്. ഒരു കാരണവും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ സംശയത്തിൻ്റെ പേരിൽ അകന്നു നിൽക്കാം, കലഹം മൂർച്ഛിക്കാം. അതിനൊക്കെയുള്ള നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. ഈ ശുക്രൻ്റെ കൂടെ മാസാവസാനത്തോടു കൂടി ചൊവ്വ കൂടി വരുമ്പോൾ പ്രശ്നം ഒന്നുകൂടി രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. 6ൽ നിൽക്കുന്ന ചൊവ്വ സ്വയമേവ ഗുണങ്ങൾ ചെയ്യും. കാരണം 1 വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ, 2 6ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് നല്ലതാണ് എന്ന ഒരു ആഗ്രഹം വച്ചിട്ട് സ്വാഭാവികമായിട്ടും ചൊവ്വ അവിടെ ഗുണത്തെ ചെയ്യണം. പക്ഷേ ശുക്രൻ്റെ കൂടെ ചൊവ്വ ചേരുമ്പോൾ
അത് ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകാം, അപവാദ കഥകളുണ്ടാകാം, അന്യബന്ധങ്ങൾ കടന്നു വരാം, അന്യ സുഹൃത്ത് ബന്ധങ്ങൾ ചിലപ്പോൾ ചില പ്രത്യേക അവസരങ്ങളിൽ മോശപ്പെട്ട അവസ്ഥകളിലേക്ക് തിരിയാം. ഇതൊക്കെ തന്നെ സംശയത്തിൻ്റെ ഇട വർദ്ധിപ്പിച്ചേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് പറയേണ്ടത്, പ്രത്യേകിച്ചും ദാമ്പത്യ കാര്യത്തിൽ. എന്നാൽ സാമ്പത്തികമായ കാര്യത്തിലും യാത്രയുടെ കാര്യത്തിലുമൊക്കെ ഈ 6ാം ഭാവത്തിലെ ചൊവ്വയും അതുപോലെ രാഹുവും വളരെ ഗുണത്തെ ചെയ്യും. 7ൽ നിൽക്കുന്ന സൂര്യനും അതുപോലെ വ്യാഴവുമൊക്കെ യാത്രാഗുണം സമ്മാനിക്കും. പ്രവർത്തനങ്ങളിൽ വളരെ ക്രാന്തദർശിത്വം പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് അങ്ങേയറ്റം പുഷ്ടി പ്രാപിക്കും പ്രവർത്തന രംഗം. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം കാണുന്നു, യാത്രാഗുണം കാണുന്നു, സഹപ്രവർത്തകരുമൊത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്നു. ഡയബറ്റിസിൻ്റെ അസുഖമോ പുളിച്ചു തികട്ടൽ പോലുള്ള ഉദരസംബന്ധമായ പ്രശ്നങ്ങളോ ഉള്ളവർ സൂക്ഷിക്കണം. 6ാം ഭാവത്തിൽ പോയി ശുക്രൻ നിൽക്കുന്നത് അമ്ല സ്വഭാവമുള്ള ആഹാരങ്ങൾ കഴിക്കുകയോ പാനീയങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്ക് വളരെ ദോഷമുണ്ടാകാം. ലിവറോ കിഡ്നിയോ അല്ലെങ്കിൽ അസിഡിറ്റിയുടെ സംബന്ധമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലേഡി സുഹൃത്തുക്കൾ, പ്രത്യേകിച്ചും സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്ന് ഉപദ്രവമോ പ്രശ്നമോ കലഹമോ മനോവിഷമമോ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊള്ളണം. അത്തരം കക്ഷികളോടുള്ള യാത്രകളൊക്കെ വളരെ സൂക്ഷിക്കണം. പറ്റുമെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കി തന്നെ നിൽക്കണം. കാരണം അപവാദ കഥകൾ, കലഹം, മനോവിഷമം, നമ്മളുടെ സൊസൈറ്റിയിലുള്ള പേരിന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദരവും പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രു പ്രബലമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വയ്ക്കണം. അങ്ങേയറ്റം കരുതലോടുകൂടി നടക്കുക, കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്, ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 7, 8, 9, 10, അത് കഴിഞ്ഞാൽ 16, 17, 18, 19, 20, 23, 24, 25, 28, 29 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ദോഷാവസ്ഥ ആണ് ഇവർക്ക്. പക്ഷേ 5ാം ഭാവത്തിൽ ഈ മാസത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് പരമാവധി ഗുണത്തെ ചെയ്യും. ഒരു മാസത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ കണ്ടകശനിയുടെയും അതുപോലെ തന്നെ ജന്മശനിയുടെയും 6ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ദോഷാവസ്ഥ അത്രമേൽ പരിഗണിക്കേണ്ടതില്ല. കാരണം മറ്റൊരു ആചാര്യഗ്രഹമായ ശുക്രൻ ഉച്ചനായി 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യം പൊതുവെ ഈ മാസത്തിൽ ഇവരെ കടാക്ഷിക്കണം. പ്രത്യേകിച്ച് 22-ാം തീയതി, അതായത് ഏപ്രിൽ 22-ാം തീയതി ചൊവ്വ മീനം രാശിയിലേക്ക് വരുന്നത് വരെയുള്ള കാലഘട്ടം ഇവർക്ക് എന്തായാലും ഗുണമാണ്. ചൊവ്വ വന്നു കഴിയുമ്പോൾ ഇവരുടെ ചില ആശയങ്ങളും ചില ആഗ്രഹങ്ങൾക്കും ചെറിയ ചില തടസ്സങ്ങളുണ്ടാകാം. അതുപോലെ സന്താനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം. എന്നാൽ അതുവരെ പൊതുവെ ഗുണകരം തന്നെയാണ്. പ്രത്യേകിച്ചും ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ, ഈശ്വരാധീനത്തിൻ്റെ കാര്യത്തിൽ. ചൊവ്വ വരുന്നത് വരെ എന്തായാലും ശുക്രൻ്റെ ഗുണത്തെ കിട്ടും. രാഹു 5ാം ഭാവത്തിൽ ബുദ്ധിപരമായ കാര്യങ്ങളിൽ ദോഷത്തെ ചെയ്യുകയുമില്ല. മനസ്സ്, ശക്തി, ബുദ്ധി, അതുപോലെ തന്നെ ഭാഗ്യം, സന്താനം എന്നീ ഭാവങ്ങൾ 5 കൊണ്ട് ചിന്തിക്കേണ്ടതുള്ളതുകൊണ്ട്, കാമം കൂടി 5ലേക്ക് ഉൾപ്പെടുന്നതുകൊണ്ട് സ്വാഭാവികമായും കാമസംബന്ധമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ബന്ധങ്ങളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. കാരണം പാപഗ്രഹമായ രാഹു ഇല്ലാത്തതുണ്ട് എന്ന് പറയുന്ന അപവാദ കഥകൾ പ്രചരിപ്പിക്കുന്നതാണ്. അത് പ്രണയകാരകനായ, ലൈംഗിക കാരകനായ ശുക്രൻ്റെ കൂടെ യോഗം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. പിന്നെ ചൊവ്വയും വരുന്നുണ്ട് മാസാവസാനത്തോടുകൂടി. ഇതെല്ലാം തന്നെ അപവാദ കഥകൾ പ്രചരിപ്പിക്കാനും ചിലപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ സാഹസിക ബുദ്ധിയാൽ ചില വിക്രിയകൾ കാട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന് ഇവർക്ക് ഗുണകരമായിട്ട് വരുന്നത് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ക്രിയേറ്റിവിറ്റി കൂടുതൽ നന്നായി പ്രയോഗിക്കാൻ സാധിക്കും. അത് പ്രവർത്തന മേഖലയെ കൂടുതൽ പ്രകാശമാനമാക്കും. തങ്ങളുടെ പ്രവർത്തന മേഖല ഭാവിയിൽ കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്നത് ഈ പ്രവർത്തനങ്ങളുടെ തുടക്കം കൊണ്ടായിരിക്കണം. സാമ്പത്തികമായ ലാഭമുണ്ടാകാം. അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പഠന സംബന്ധമായ കാര്യങ്ങളിലും നല്ല വിജയം നേടാൻ സാധ്യമാവുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. മറ്റൊന്ന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, സൂര്യൻ ഇവരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിൽ മാസം പകുതിയാകുമ്പോൾ വരും. 6ാം ഭാവത്തിലെ സൂര്യൻ ശത്രുവിനെ നിഷ്പ്രഭമാക്കുമെങ്കിലും ഉദര സംബന്ധമായി നല്ല അസുഖങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അസിഡിറ്റി അല്ലെങ്കിൽ അൾസർ പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഉഷ്ണസംബന്ധമായ രോഗങ്ങളും വർദ്ധിക്കാം. മേടം രാശി സൂര്യൻ്റെ ഉച്ചരാശിയാണ്. ഉഷ്ണാധിക്യം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് ചിലപ്പോൾ ഇമോഷണലി, വൈകാരികമായി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡായിട്ട് ആളുകളോട്, ഏറ്റവും വേണ്ടപ്പെട്ടവരോട് മോശമായി പെരുമാറുക, അത്
തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും മനസ്സിലൊരു മുറിവായി മാറുക, അതിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ശുക്രൻ കൂടി പാപഗ്രഹത്തോട് യോജിച്ച് നിൽക്കുന്നത് കൊണ്ട് മറ്റു സൗഭാഗ്യങ്ങൾ തരുമെങ്കിലും ബന്ധങ്ങളിൽ ചില ഉലച്ചിലോ വിള്ളലോ ഒക്കെ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. എന്നാൽ 11-ൽ സഞ്ചരിക്കുന്ന കേതു ഇവർക്കിപ്പോൾ മാക്സിമം ഗുണത്തെ കൊടുക്കും. സാമ്പത്തികമായ ലാഭം പ്രത്യേകിച്ച് വിദേശങ്ങളിൽ നിന്നൊക്കെ കൊടുക്കും. വിദേശയാത്ര തരപ്പെടും. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത വ്യക്തികളിൽ നിന്നും അതുപോലെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായി ചേർന്നുള്ള ചില പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ജോലിയിലെ ഉയർച്ചയോ ഒക്കെ ഉണ്ടാവും. ഈ മാസം വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ, ഭാഗ്യമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 9, 10, 11, 12, 13 ഉച്ചവരെ, അതിനുശേഷം 18, 19, 20, 21, 22, 26, 27, 30 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് ധനുക്കൂർ. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ്റെ വരവ്. ശുക്രൻ 4-ാം ഭാവത്തിൽ വരികയും മാസാവസാനത്തോടുകൂടി ചൊവ്വയും അവിടെ വരികയും ചെയ്യുന്നു. മാസം പകുതിയാകുമ്പോൾ സൂര്യൻ 5-ാം ഭാവത്തിലേക്ക് പോകും. ഇതിനിടയിൽ ബുധൻ പിന്നോട്ട് സഞ്ചരിച്ച് 4-ലേക്ക് വരുന്നുണ്ട്. അത് ബുധൻ്റെ പിന്നിലോട്ടുള്ള സഞ്ചാരം അത്ര നല്ലതല്ല. പക്ഷേ ശുക്രൻ്റെയൊക്കെ നിലകൊണ്ട് ബുധൻ്റെ മോശാവസ്ഥകൾ വലുതായിട്ട് അനുഭവിക്കേണ്ടി വരില്ല. എന്തായാലും ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, കുടുംബത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ധനുക്കൂറുകാർക്ക് ജീവിത പങ്കാളിയും ഒത്തുള്ള ജീവിതം വീണ്ടും നന്നായി മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ചില പിണക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ മാറാം. വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറാം. വൈകാരികമായി മാറാം, അല്ലെങ്കിൽ വൈചാരികമായി മാറാം. ചിലപ്പോൾ മറ്റൊരിടത്തേക്ക് താമസം മാറാം. വാഹനം പുതിയത് വരാം, പുതിയത് വാങ്ങാം. ജോലി സ്ഥലത്തും 10-ാം ഭാവത്തിലേക്ക് ശുക്രൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി ഒരുമിച്ച് വരുന്നുണ്ട്. കേതു നിൽക്കുന്നുണ്ട്. പക്ഷേ ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. 10-ാം ഭാവത്തിൽ ശുഭഗ്രഹം നോക്കുന്നതിനാൽ ജോലി സ്ഥലം വളരെ അനുയോജ്യമായി മാറും. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കുറച്ചുകൂടി ഈസിനെസ് ഉണ്ടാകും, എളുപ്പവഴികൾ ഉണ്ടാകും. അതുവരെ ഉണ്ടായിരുന്ന സംഘർഷമോ ഘർഷണാവസ്ഥയോ ഒക്കെ മാറി വളരെ സ്മൂത്തായി ജോലിസ്ഥലം മുന്നോട്ട് പോകും. സാമ്പത്തികമായി നല്ല ലാഭം കാണുന്നു. പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം 11-ാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് 4-ൽ ഉച്ചനായിട്ട് നിൽക്കുന്നത്. മെറ്റീരിയൽ ബെനിഫിറ്റ്സിൻ്റെ ഏരിയയിൽ, അതായത് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യാഥാസ്ഥിതിക കാര്യങ്ങളിൽ നിന്നും ജീവിതത്തിൻ്റെ യഥാർത്ഥ വശങ്ങളിൽ നിന്നുമൊക്കെ കിട്ടുന്ന ഗുണങ്ങൾ, ഭൗതികമായ ഗുണങ്ങൾ, അതിൻ്റെ അധിപൻ വന്ന് നിൽക്കുന്നത് 4-ൽ 11-ലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 11-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുന്നതിൻ്റെ ഗുണം വളരെ വലുതാണ്. അതുകൊണ്ട് സാമ്പത്തികം, അതുപോലെ ഭൗതിക വിജയങ്ങൾ, ജോലിയിലുള്ള നേട്ടം, സ്വന്തം കുടുംബത്തിൻ്റെ ഉയർച്ച, അവരുടെ സാമ്പത്തിക ഭദ്രത, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില ഉറപ്പ്, ഇതെല്ലാം തന്നെ ഈ ഒരു മാസം ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. ദോഷം സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലേക്ക് മാസം പകുതിയോടുകൂടി പോകുന്ന സൂര്യൻ്റെ ഇതാണ്. സ്വന്തം സന്താനങ്ങൾക്ക് കണ്ണ് സംബന്ധമായോ അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായോ എന്തെങ്കിലും അസുഖമുണ്ടാവാം, അല്ലെങ്കിൽ ചൂട് കൂടിയതിൻ്റെ ഭാഗമായി എന്തെങ്കിലും അസുഖമോ പനിയോ സ്കിൻ ഡിസീസോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നു. മറ്റു ദോഷങ്ങൾ പൊതുവെയില്ല. സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 5, 6, 11, 12, 13 ഉച്ചവരെ, 14-ഉം 15-ഉം താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. പിന്നീട് 21, 22, 23, 24, 25, 28, 29 ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിലേക്കാണ് ശുക്രൻ്റെ പോക്ക്. 3-ാം ഭാവത്തിലേക്ക് മാസാവസാനത്തോടു കൂടി ചൊവ്വയും പോകും. അതുപോലെ തന്നെ 3-ൽ നിൽക്കുന്ന സൂര്യൻ മാസത്തിൻ്റെ പകുതിയോടുകൂടി 4-ാം ഭാവത്തിലേക്ക് പോകും. അപ്പോൾ ഇത് കണക്കുകൂട്ടി പറയുമ്പോൾ ശുക്രൻ്റെ 3-ലെ നില മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല എങ്കിലും സാമ്പത്തികമായിട്ട് ദോഷം ഒന്നും ഉണ്ടാവില്ല. പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇവർക്ക് ഇടപെടാൻ സാധിക്കുന്നതുകൊണ്ട് ദോഷങ്ങളില്ല. 9-ാം ഭാവത്തിലേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ ഭാഗ്യം, ദേവീ കടാക്ഷം ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും പ്രവർത്തന മേഖലയിൽ പിതാവിൻ്റെ രോഗാവസ്ഥകൾ മാറുന്നു. കടബാധ്യതയിൽ നിന്നും മോചനമുണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് പഠനത്തിനോ ജോലിക്കോ എന്തെങ്കിലും തടസ്സമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ യാത്രകൾ തടസ്സമൊക്കെ മാറി അനുകൂലമായി മാറുന്നു. തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ ഗുണമുണ്ടാകുന്നു, ആശ്രിതർക്ക് കൂടുതൽ ഗുണമുണ്ടാകുന്നു. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ശനിയോടുകൂടി നിൽക്കുന്നത് കൊണ്ട് ചൊവ്വയ്ക്ക് 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. മുഖം, പല്ല്, കണ്ണ്, മൂക്ക്, ചെവി ഈ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപകട സാധ്യതയോ രോഗമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശനി കൂടി നിൽക്കുന്നതിനാൽ ദോഷാവസ്ഥ ഇരട്ടിക്കാനുള്ള സാധ്യത.
മൂന്നിലാണ് ശുക്രൻ്റെ നില, ഉച്ചനാണ്. മൂന്നിൽ രാഹു നിൽക്കുന്നത് നല്ലതാണെങ്കിലും ശുക്രൻ അത്ര ഗുണമൊന്നുമല്ല. എന്നാലും ശുക്രൻ അവിടെ ദോഷത്തെ ചെയ്യില്ല, കാരണം ഉച്ചസ്ഥാനമായതുകൊണ്ട്. 4-ലെ വ്യാഴവും കണ്ടകവ്യാഴനാണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് വലിയ ദോഷം ചെയ്യില്ല എന്ന പ്രമാണമുണ്ട്. വീടുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ഗുണം കാണുന്നു. വീട്ടുകാർക്ക് സാമ്പത്തികമായ ഗുണം വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് സന്തോഷവും അതുപോലെ കാര്യങ്ങൾ നടന്നു പോവുകയും ചെയ്യുന്നതിൻ്റെ ആഹ്ലാദമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, മാതാവിന് ചിലപ്പോൾ ചെറിയ അവശതയോ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ മനോവിഷമമോ ഉണ്ടാകാം. മൂന്നിൽ നിൽക്കുന്ന ശുക്രൻ വളരെ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് ഗുണകരമായി വരികയും ചെയ്യുന്നതായി കാണുന്നു. വസ്ത്രങ്ങളോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ചിലപ്പോൾ സമ്മാനമായി ലഭിക്കാം. സുഹൃത്തുക്കൾ വഴി സമ്മാനമായി ലഭിക്കാം. അടുത്ത ബന്ധുക്കൾ സമ്മാനമായി നൽകാം. അങ്ങനെയൊക്കെ കാണുന്നു. പ്രത്യേകിച്ചും സ്ത്രീ സുഹൃത്തുക്കൾ വഴി ഈ നക്ഷത്രത്തിലെ ആണുങ്ങൾക്ക് വലിയ ഗുണം കാണുന്നു. തിരിച്ചും ഓപ്പോസിറ്റ് സെക്സിൽ നിന്ന് സമ്മാനമോ അനുഗ്രഹമോ ആഹ്ലാദമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു പിതാവിൻ്റെ രോഗാവസ്ഥയെ കുറയ്ക്കും. കാരണം ശുക്രൻ അവിടേക്ക് നോക്കുന്നതുകൊണ്ട്, ശുക്രൻ ആ കേതുവിനെ നോക്കുന്നതുകൊണ്ട് പിതാവിൻ്റെ രോഗാവസ്ഥ കുറയുന്നു. പൊതുവേ ഗുണകരമാണ്, എന്നാലും ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാവുന്നതാണ് കൂടുതൽ അനുയോജ്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം, മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 3, 4, 7, 8, 13, ഉച്ചയ്ക്ക് ശേഷം 14, 15, 16, 17, 23, 24, 25, 26, 27, 30 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി, അതോടൊപ്പം തന്നെ 3-ൽ വ്യാഴം. എന്നാൽ 2-ാം ഭാവത്തിലേക്ക് ശുക്രൻ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇവർക്ക് സാമ്പത്തിക ഗുണം കൊടുക്കണം. സാമ്പത്തിക ഗുണം എന്ന് പറയുമ്പോൾ തങ്ങളുടെ പ്രവർത്തന മേഖല കുറച്ചുകൂടി വളരെ ഇഫക്റ്റീവായി ഏത് വിധേനയും മറ്റുള്ളവരെ മുഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആ അവസ്ഥ മാറ്റം വന്നിട്ട് നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കുക, സ്വന്തം വ്യക്തിത്വം നല്ല രീതിയിൽ വളരെ ഇഫക്റ്റീവായി സൗന്ദര്യാത്മകമായി പ്രദർശിപ്പിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പ്രവർത്തന രംഗത്ത് കൂടുതൽ നന്നായി ഇടപഴകാൻ സാധിക്കുക, കുടുംബത്തിൽ നന്നായി പെരുമാറുക, കുടുംബാംഗങ്ങൾക്ക് സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും പകരുന്ന തരത്തിൽ ചില മാറ്റങ്ങൾ ജോലിസ്ഥലത്തും സ്വന്തം വ്യക്തിത്വത്തിലും ഉണ്ടാവുക, യാത്ര കൊണ്ട് ഗുണമുണ്ടാവുക, മുഖം അല്ലെങ്കിൽ മൊത്തത്തിലെ വ്യക്തിത്വം കൂടുതൽ സൗന്ദര്യാത്മകമാവുക, ധനപരമായി ഉയർച്ചയുണ്ടാവുക തുടങ്ങിയതൊക്കെ ഈ മാസം കുംഭക്കൂറിന് അനുഗ്രഹമായി മാറുന്നതാണ്. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു ചെറിയ തടസ്സങ്ങളിടയ്ക്ക് ഉണ്ടാക്കും. പക്ഷേ ശുക്രൻ്റെ നോട്ടം അതിനെയൊക്കെ പരിഹരിക്കുകയും ചെയ്യും. ശാരീരികമായിട്ട് കുറച്ചുകൂടി ഉന്മേഷം തോന്നുന്ന അവസ്ഥ കാണുന്നുണ്ട്. ധനപരമായി നല്ല അഭിമാനം ഉണ്ടാകുന്ന തരത്തിൽ, കടബാധയിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്ന തരത്തിൽ ധനം തങ്ങൾക്ക് വന്നു ചേരുന്നൊരവസരം കാണുന്നുണ്ട്. പൊതുവേ കുംഭക്കൂറിന് ഈ മാസം നല്ലതായിട്ട് തന്നെ വേണം കാണാൻ. അനവസരത്തിൽ ചില സമ്മാനങ്ങൾ ഉണ്ടാകാം, കുടുംബത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം, വീട് മോടി പിടിപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നു. എഴുത്തുമായി ബന്ധപ്പെട്ടവർക്കോ കലാപരമായി രചനകൾ ചെയ്യുന്നവർക്കോ ഒക്കെ ഗുണപരമായ മാസമാണിത്. പൊതുവേ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 5, 6, 16, 17, 11, 12, 13 ഉച്ചവരെ, പിന്നെ 16, 17, 18, 19, 20, 26, 27, 28, 29 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലേക്ക് വന്നിരിക്കുന്ന സൂര്യൻ വളരെ ഗുണകരമാണ്. അത് മാസം പകുതിയാകുമ്പോൾ 2-ാം ഭാവത്തിലേക്ക് സൂര്യൻ പോകും. ജന്മത്തിലേക്ക് ചൊവ്വ കൂടി മാസം അവസാനത്തോടുകൂടി വരും. ചൊവ്വ ജന്മത്തിലേക്ക് വരുന്ന അത്ര നല്ലതല്ല. ശാരീരികമായ ചില മുറിവോ അവശതയോ ഉണ്ടാകും. എന്നാൽ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ ഗുണം, മറ്റ് അനുഗ്രഹങ്ങൾ, അതുവരെ ഉണ്ടാകാതിരുന്ന ചില ഗുണങ്ങൾ, ചില സന്തോഷകരമായ അവസ്ഥകൾ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണ്ടാകാം. സാമ്പത്തിക നേട്ടം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. പിണങ്ങി നിന്നിരുന്ന ജീവിത പങ്കാളി തിരിച്ചു വരുന്നു. കുടുംബത്തിൽ കുറച്ചുകൂടി ഉല്ലാസകരമായ നിമിഷങ്ങൾ ഉണ്ടാകുന്നു. ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. യാത്രാ ഗുണം കാണുന്നു. ഒപ്പം തന്നെ കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല മാസമാണ് ഈ മാസം. അവരുടെ പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു. വിദേശ പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. ശ്രദ്ധിക്കേണ്ടത് മാസാവസാനത്തോടുകൂടി അൾസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് ചിലപ്പോൾ വിധേയനാകേണ്ടി വന്നേക്കാം. കണ്ണുമായി ബന്ധപ്പെട്ടോ ഹൃദയവുമായി ബന്ധപ്പെട്ടോ ഞരമ്പ് സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാസം പകുതിക്ക് ശേഷവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായ കാര്യത്തിൽ ചില കോലാഹലങ്ങളോ ചില കോടതി കയറലോ ഒക്കെ ഉണ്ടാകാം ചിലപ്പോൾ. അത് ജോലി സംബന്ധമായ കാര്യത്തിലുമൊക്കെ ആകാം, പ്രത്യേകിച്ചും മാസാവസാനത്തോടുകൂടി. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ കാര്യം ചെയ്യുമ്പോഴും.
അപവാദങ്ങൾ കേൾക്കാൻ ഇടയുള്ളത് ശുക്രൻ്റെ വരവോടുകൂടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ശുക്രന് ബലമുള്ളതുകൊണ്ട് അത് കുറയുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ ശുക്രനും രാഹുവും ചൊവ്വയും മാസാവസാനത്തോടുകൂടി പ്രത്യേക സംഗമത്തിൽ വരുന്നതുകൊണ്ട് ഈ അപവാദ കഥകൾ തീരെ പോയി എന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 7, 8, 11, 12, 13 ഉച്ചവരെ, 18, 19, 20, 21, 22, 28, 29, 30 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. എപ്പോഴും പറയാറുള്ളതാണ് ശനൈശ്വരായ നമ, ഓം ശനൈശ്വരായ നമ എന്ന് ശനിദോഷത്തിന് ജപിക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുക. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവു നായ്ക്കളെ ഉപദ്രവിക്കാതെ ആഹാരം കൊടുക്കുക. ശനിദേവനെ സ്മരിക്കുക. അതുപോലെ തന്നെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ ശനിയാഴ്ച ദിവസം പോവുക. എള്ളുതിരി കത്തിക്കുക. ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴദോഷത്തിന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. വിഷ്ണു ഭഗവാന് ക്ഷേത്രദർശനം നടത്തുക. നെയ്ത്തിരി കത്തിക്കുക. ഇതൊക്കെയാണ് വ്യാഴദോഷത്തിന് ചെയ്യാവുന്നത്. രാഹുദോഷത്തിന് ഓം നാഗായ നമ എന്ന് ജപിക്കുക. 100 പാലും അർപ്പിക്കുക. ഓം ഗം ഗണപതയ നമ എന്ന് ജപിക്കുക. ഗണപതിയെ സ്തുതിക്കുക. കറുകമാല അർപ്പിക്കുക. അതുപോലെ തന്നെ തേങ്ങ ഉടയ്ക്കുക കേതുദോഷ പരിഹാരത്തിന്. എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.